നമസ്കാരം. ഇറാനും അമേരിക്കയുമായുള്ള സമാധാന ചർച്ച എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തന്നെ തുടരുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘം വാഷിംഗ്ടണിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇറാനാകട്ടെ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നായിരുന്നു അവർ നിലപാട് വ്യക്തമാക്കിയിരുന്നതെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എങ്കിലും ഒരുപക്ഷെ അവസാന നിമിഷം അവർ ചർച്ചയ്ക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തിനേറെ പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായാൽ നേരിട്ട് ഇസ്ലാമാബാദിലേക്ക് എത്തി കരാറിൽ ഒപ്പിടാനും വരും എന്നൊക്കെയും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ ആധികാരികമായി യാതൊരു സ്ഥിരതയും ഇനിയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇന്നുണ്ടായ വലിയൊരു രാഷ്ട്രീയ സംഭവ വികാസം ചൈനയുടെ കൃത്യമായ ഇടപെടലാണ്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അമേരിക്കയും ഇറാനും മത്സരിച്ച് അവിടെ ഉപരോധം ഏർപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഈ ഉപരോധം നീക്കം ചെയ്യണം എന്നാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ കാരണമായി മാറും എന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ തങ്ങളെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെ ആയിരിക്കാം ഷീ ജിൻപിങ് ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം സൗദി രാജകുമാരൻ കിരീടാവകാശിയായ സൽമാൻ രാജകുമാരനായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തു വന്നാലും ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാണ്. അതേസമയം അദ്ദേഹം ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള ഇറാൻ്റെ അവകാശവാദത്തെയോ അതല്ലെങ്കിൽ അമേരിക്കയുടെ ഉപരോധം ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് പ്രത്യേക പരാമർശം തന്നെ നടത്തിയിട്ടില്ല. ഏതായാലും കടലിടുക്ക് തുറക്കുന്നത് നീണ്ടുപോയാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ലോകത്തുണ്ടാക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പോയ ആ ചരക്ക് കപ്പലിനെയാണ് അമേരിക്ക പിടിച്ചെടുത്തത്. മാത്രമല്ല ആ കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കളെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നു. അത് ആയുധം ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളാണ് കപ്പലുണ്ടായിരുന്നതെന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. ഒന്നിനും സ്ഥിരീകരണമില്ല. എങ്കിൽ പോലും ചൈനയുടെ ഈ ഇടപെടൽ വളരെ കൃത്യസമയത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. റഷ്യയും ഒരുപക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇറാനെ റഷ്യയും ചൈനയും പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് ആയുധം വരെ നൽകി സഹായിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളുമാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചൈനയും റഷ്യയും കൂടെ ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിഹാരമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അമേരിക്കയും ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ നീണ്ടു പോവുകയാണ്. ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചയിലും ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചർച്ച ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിയതാണ് എന്നും അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ വിളിച്ച് ടെലിഫോണിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുവെന്നും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ചർച്ചകൾ നിന്നുപോയത് അല്ലെങ്കിൽ ചർച്ചകൾ പരാജയപ്പെട്ടതെന്നുമാണ് ഇറാൻ നേരത്തെ ആരോപിച്ചിരുന്നത്. ഏതായാലും വീണ്ടും ഒന്നുകൂടി ഇരിക്കുകയും കുറച്ചുകൂടി ഉദാരമായ നിലപാട് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആവുകയുള്ളൂ. മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാനെക്കുറിച്ച് പറയുമ്പോൾ ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ഫെബ്രുവരി 28 മാർച്ച് ആദ്യവാരം അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടുത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോഴും ഖമേനിയെ ഖബറടക്കിയതായി യാതൊരു തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. കൂടാതെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ മൊസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഇറാനിൽ ഇപ്പോൾ ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യവും ആർക്കും അറിയില്ല. ഇറാനിലെ മുൻനിര നേതാക്കളെ ആകെ തന്നെ അമേരിക്കയും ഇസ്രയേലും വധിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവിടെ പ്രാദേശികമായി ഓരോ തലത്തിലുമുള്ള സൈനിക നേതാക്കളാണോ അല്ലെങ്കിൽ സൈനിക മേധാവികളാണോ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സംശയം സ്വാഭാവികമായും വരുന്നുണ്ട്. ഇറാനിലെ പ്രസിഡന്റ് പെഷസ്കിയാനെ അവിടുത്തെ ഈ മതമൗലികവാദികളായ മതഭരണകൂടം തീർത്തും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. കാരണം അദ്ദേഹം കുറച്ചൊരു പാശ്ചാത്യ അനുകൂലിയാണ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കൂടാതെ അദ്ദേഹം ഒരു പുരോഗമന ചിന്താധികാരൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ മുഖവിലേക്കെടുക്കാൻ ഒരിക്കലും ഇവർ തയ്യാറാവുകയില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അമേരിക്കൻ ജനതയുടെ മുന്നിൽ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് ഇപ്പോൾ മറ്റാരെക്കാളും ആവശ്യം അമേരിക്കയ്ക്ക് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ കണക്കാക്കുന്നത്. ഇറാൻ എത്തുമായിരിക്കും. ഇറാൻ കൂടെ എത്തി അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് നേരിട്ട് ഈ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള പ്രാധാന്യം കൂടി നമ്മൾ ഓർക്കണം. 1979 അവിടുത്തെ മതഭരണകൂടം അധികാരം ഏറ്റെടുത്തതിന് ശേഷം 1979 ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഇരു രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ തന്നെ വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ ഉയർന്നു എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ രണ്ട് മുറിയിലാക്കി സമാധാനിപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു മേശയ്ക്ക് ചുറ്റിയിരുത്തിയതെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും യുദ്ധമൊന്ന് അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വെച്ച് ഇറാൻ വിലപേശുകയാണ് എന്നുള്ള ആദ്യഘട്ടങ്ങളിൽ ഉയർന്ന ആരോപണത്തിനാണ് ഇപ്പോൾ അമേരിക്ക അവിടെ തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന
അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇരു കൂട്ടരും വാശി ഉപേക്ഷിച്ച് ചൈന പറഞ്ഞതുപോലെ ഹോർമസ് കടലിലേക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയും ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് ആഗോളതലത്തിൽ എല്ലാ മേഖലകളെയും വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ബാധിക്കാനാണ് സാധ്യത എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ആയിരിക്കാം ചൈനീസ് പ്രസിഡന്റ് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, അദ്ദേഹം ഫോൺ ചെയ്ത് സംസാരിച്ചത് സൗദിയിലെ കിരീടാവകാശിയോട് ആണ് എന്നുള്ള കാര്യം.